ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ബോംബെ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പച്ചക്കറികളൊന്നും വേണ്ട, സവാള തക്കാളി ഇത്രയും മതി കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം മൺചട്ടിയായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഏതോ അതിലും ഉണ്ടാക്കാം. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അപ്പോൾ ഈ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു 2 ചെറിയ സവാള, വെളുത്തുള്ളി കുറച്ചും, ഒരു പച്ചമുളകും, ഒരു ഇഞ്ചി ചെറിയ കഷ്ണം പൊടിയായി അരിഞ്ഞിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല വയന്ന് വരണ്ട, പക്ഷേ വെന്ത് വരും വേണം കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ അത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഈ സമയത്ത് 2 ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നല്ല വെന്ത് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ സാമ്പാറിലൊക്കെ കിടക്കുന്ന പോലെ തന്നെ ആവണം. അതും അടിച്ച് വെച്ചിട്ടൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം സാമ്പാറിൻ്റെ പൊടിയാണ്. പിന്നെ അതേപോലെ 1/4 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, അതിന് പകരം എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞളാണ്. അതുകൂടെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. അതും 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. കായപ്പൊടി നിർബന്ധമാണ്. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നൊക്കെ വിട്ടാൽ സാമ്പാറിന് ചെറിയൊരു പുളി ഉണ്ടാകുമല്ലോ. അപ്പോൾ അതേപോലെ കുറച്ച് ഞാൻ ചെറിയൊരു കഷ്ണം പുളി എടുത്തിട്ടുള്ളൂ, പക്ഷേ നല്ല വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു കൂട്ടുണ്ടാക്കിയെടുക്കണം കേട്ടോ. കടലമാവ് ഒരു 2 ടേബിൾ സ്പൂണോളം കടലമാവ് ഒരു ഇതിലേക്ക് എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കട്ട കൂടാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ടുള്ള ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ തീയിലാക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പരിപ്പിനൊക്കെ പകരം വേണ്ടി നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, നിങ്ങളും നോക്കണം. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് അവസാനമായിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് അയച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുള്ള സാമ്പാറായിരിക്കും. പൊതുവേ സാമ്പാർ അങ്ങനെയാണല്ലോ, വെള്ളം ആയിട്ടുള്ളതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതിനൊന്ന് അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലിയുടെ കൂടെയാണ്, എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും, ചോറ് എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കും വേണം. എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും കേട്ടോ. നമുക്ക് പച്ചക്കറി കാര്യങ്ങളൊന്നും വേണ്ടേനും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളത് നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.